മ്യൂച്വൽ ആയിട്ട് ഞങ്ങൾ അഗ്രി ചെയ്ത് അങ്ങനെ അല്ലാതെ നാസ്റ്റി ആയിട്ട് പോയ ഒരു ഡൈവോഴ്സ് അല്ല. പിന്നീട് ഡിവോഴ്സിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കോ അല്ലെങ്കിൽ കാണാനുള്ള സാഹചര്യം ഇല്ല ഉണ്ടായിട്ടില്ല? ഞാൻ അപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഐ ലെഫ്റ്റ് മൂവീസ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ പോയി. പിന്നെ പുള്ളി ഐ തിങ്ക് ഹി ഗോട്ട് മാരിഡ്, വേറെ കല്യാണം കഴിച്ച് കൊച്ചൊക്കെ ആയി. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഐ ലെഫ്റ്റ് ദോസ് പ്ലേസസ്. ഇറ്റ് വാസ് ടോട്ടലി, എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ അപ്പോഴത്തേക്കും ഞാൻ വേറെ കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ അതിനുശേഷം പിന്നെ 96 ഞാൻ അഭിനയിച്ചു എന്ന് തോന്നുന്നു. ഇല്ല 96 വരെ നോ ഇറ്റ് വാസ് 96 സുഹൃതമാണ് ഞാൻ ചെയ്ത ലാസ്റ്റ് പടം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബാംഗ്ലൂരിലൊക്കെ പോയി, കാനഡയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ വിവാഹം വീട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള ഇടപെടൽ കൊണ്ടുണ്ടായതാണ്? അങ്ങനെ പറയാനും പറ്റൂല. ദാറ്റ് വാസ് ഓൾസോ ആൻ ഇഷ്യൂ. അതും ചേച്ചി കണ്ടുപിടിച്ചല്ല, ഇറ്റ് ജസ്റ്റ് കെയിം ഇൻ ടു മൈ ലൈഫ്. അപ്പൊ പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് കെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി യു അഗെയിൻ മൈ ഹാർട്ടാണ് ഇറ്റ്സ് എ പ്രോബ്ലം. മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഇല്ല എനിക്ക്. ദാറ്റ് ഇസ് എ പ്രോബ്ലം. നമ്മൾ അനലൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ വി വിൽ തിങ്ക് എ ലോട്ട്. എനിക്ക് എല്ലാമേ ഒരു ഫിൽമി സ്റ്റൈലാണ് തോന്നുന്നത്. സോ ഐ തിങ്ക് ഐ മീൻ മേ ബി ഐ വാസ് ഡെസ്റ്റിൻഡ് നോട്ട് ടു ഹാവ്. അതുകൊണ്ട് അതും 18 വർഷം. അതിലുള്ള മക്കളാണ് 2 മക്കളുള്ളത്. ഓക്കെ. അപ്പം ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മക്കളും കൂടെ ഉള്ളപ്പോൾ വലിയൊരു തീരുമാനമായിരിക്കും. നിങ്ങൾ തമ്മിൽ പിരിയാവുന്ന തീരുമാനിക്കുമ്പോൾ മക്കൾ എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞ പാവങ്ങൾ 2 അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ബട്ട് ദേ വെർ വാച്ചിങ്. അവർക്ക് അതാ ഒരു കുഴപ്പം. അതായത് പിള്ളേർ ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അവർക്കതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. നമ്മൾ പിന്നീടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ബിക്കോസ് അവർക്കും ദേ വിൽ ഹാവ് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വരാൻ തുടങ്ങും. യുനോ അവരും വേറൊരു പാർട്ട്ണറൊക്കെ നോക്കുകയാണെങ്കിലും അവരുടെ മൈൻഡിലും ഇത് ശരിയാവോ കല്യാണം, ഇത് ആ ഒരു കൺഫ്യൂഷനൊക്കെ വരും. അതൊക്കെ പേടിയുണ്ടാവും. യുനോ ബട്ട് ഞാൻ പിന്നെ അവരുടെ കൂടെ കൂടുതലും ഒരു ഫ്രണ്ട് പോലെയാണ്. അപ്പോൾ പിള്ളേർ എൻ്റെ അടുത്ത് they still have contact with their father. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് അവരായിട്ട് ഒന്നും സ്റ്റോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. they are mature enough. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആരാണ് തെറ്റ് ആരാണിത് എല്ലാം. they are very very matured. ആ രീതിയിലൊക്കെ മനസ്സിലാക്കുന്ന പ്രായമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരിക്കലും ഇടപെടാറില്ല. ഞാൻ ഇൻഫാക്ട് ആസ് എ മദർ പോലും എൻ്റെ അമ്മയച്ഛനും ഒരുപാട് കാര്യത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. ദേ ഹാഡ് ഗിവൻ അസ് ദാറ്റ് ഫ്രീഡം. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ട്. അപ്പോൾ ബോത്ത് ഓഫ് ദം ആർ വെരി മെച്ചുവർഡ്. ഞാനൊന്നും അല്ല. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പോൾ ശരിക്കും മെച്ചുവർഡ് മോർ ദൻ മീ. അപ്പൊ അവര് എന്തെങ്കിലും എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരെ വിളിച്ചിട്ടാണ് ആദ്യം കാര്യം പറയുക. അപ്പൊ 2 പേരും ദേ അഡ്വൈസ് മീ. സത്യം പറഞ്ഞാല് അമ്മ റിലാക്സ് ചെയ്യേ, അമ്മ എന്തിനാ ഇത് കൂടുതൽ ചിന്തിക്കുന്നത്, യു ആർ സ്ട്രോങ് ഇനഫ് തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമാണ്. സോ അവരാണ് എൻ്റെ ഇപ്പോൾ എല്ലാം. പ്രശ്നങ്ങളിൽ കരയാതിരിക്കുക ഇന്റൻഷനലി ചെയ്യണതാണോ? അല്ല അങ്ങനെയാണ്. അങ്ങനെ ചിലപ്പോൾ എനിക്ക് പേടി തോന്നാറുണ്ട്. പീപ്പിൾ മൈറ്റ് തിങ്ക് ഇതെന്താ ഇവർക്ക് ഒരു വികാരവും ഇല്ല, ഒരു ഫീലിംഗ് ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ. കാരണം ഏതെങ്കിലും മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഇല്ലെങ്കിൽ ഐ യൂസ് ടു തിങ്ക് എൻ്റെ എക്സ് ഫാദറിലൊക്കെ മരിച്ച സമയത്ത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയത് അയ്യോ എനിക്ക് കരച്ചിൽ വരുന്നില്ലല്ലോ. സോ ആരെങ്കിലും കണ്ടാ എന്താ വിചാരിക്കുക അല്ലേ, ഇവരെന്തോ ഇങ്ങനൊരു എന്തൊരു ഇത്. പക്ഷേ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ആ സമയത്ത് ബിക്കോസ് ഐ വാസ് വെരി അറ്റാച്ച്ഡ് ടു ഹിം. അതായത് ശ്രീനാഥിന്റെ അച്ഛനായി ആ സമയത്ത് 2 എക്സ് ഫാദർ ഇൻ ലോസും എൻ്റെ വളരെ ക്ലോസ് ആയിരുന്നു. ബോത്ത് ഓഫ് ദം യൂസ് ടു ലവ് മീ അലോട്ട്. അപ്പോൾ ഫസ്റ്റ് ശ്രീനാഥിന്റെ അച്ഛൻ മരിച്ച സമയത്താണ് എനിക്ക് ഈ ഫീലിംഗ് വന്നത്. പക്ഷെ അച്ഛൻ ഭയങ്കര എനിക്ക് ഹി യൂസ് ടു ബി മൈ ബിഗ് സപ്പോർട്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അച്ഛൻ്റെ ബോഡിയൊക്കെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ ഐ ഡോണ്ട് നോ പൊട്ടിക്കരഞ്ഞു പോയി. സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.